ഹലോ കൂട്ടുകാരെ, ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സ്പാനിഷ് ഫുഡാണ്. അപ്പോൾ ഇത് ഇറച്ചി കൊത്തിയരിഞ്ഞ ഇറച്ചിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ സ്പാനിഷ് ഫുഡ് ഉണ്ടാക്കാൻ പോണത്. നന്നായിട്ട് കൊത്തിയരിഞ്ഞതാണ്. അപ്പം നമുക്കാദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കാനുണ്ട് കുറച്ച്. അതിന് ശേഷം ഞാൻ സവോള കുത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി കുരുമുളകിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ബ്രെഡ് പാലിൽ മുക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ ബ്രെഡാണ് എടുത്തേക്കണത്. അത് ഞാൻ പാലിൽ മുക്കി വെച്ചിട്ടുണ്ട്. അതും ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ബോളുകളാക്കി ഇങ്ങനെ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈദപ്പൊടിയിൽ മുക്കി ഒന്ന് എടുക്കാം. എല്ലാവരും മൈദപ്പൊടിയിലൊന്ന് മുക്കിയെടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് അപ്പോൾ ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് കറി വെക്കണത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് വറുത്തെടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് കറി വെക്കാതെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്യാപ്സിക്കം ചുവപ്പും പച്ചയും സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ വൈൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കണ വൈൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ എടുത്ത് വെച്ചേക്കണ ഇറച്ചിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അത് ഇറച്ചി എല്ലാനും വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഇറച്ചി എല്ലാനും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് വീണ്ടും ഇതിനകത്ത് ആ ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ സ്പാനിഷ് ഫുഡ് റെഡി. ബൈ.